അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ ആയി വീഡിയോ എടുത്തിട്ട്, അതായത് വെറുതെ ഇങ്ങനെ എടുത്തിട്ട് കാര്യമില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടെങ്കിലല്ലേ ഞാൻ അധികം പറയില്ല. അപ്പോൾ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്തതുമില്ല. എന്നാലും ഒരുപാട് സന്തോഷം. എന്നെ ലൈവിലൂടെ എന്താണ് ലൈവിൽ വരാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. ഒത്തിരി സന്തോഷമായിട്ടുണ്ട്. എൻ്റെ നമ്പറും കാര്യങ്ങളൊന്നും യൂട്യൂബിൽ ഇല്ലാത്തതുകൊണ്ടാണല്ലോ കമൻറ്റിലൂടെ ചോദിക്കുന്നത്. ഒത്തിരി സന്തോഷം. ലൈവ് വരാൻ പോവാണ് ഗൈസ്, ലൈവ് വരാൻ പോവാണ്. ഞാൻ ഇപ്പം വന്നിട്ടുള്ളത് വിശേഷം എന്താണെന്ന് പറയാൻ, നാളെ അറിയാലോ വെള്ളിമാടുകുട്ടിലേക്ക് പോവാണ്. അത് പോകാൻ വിചാരിച്ചത് അടുത്ത ആഴ്ചയായിരുന്നു, പക്ഷേ പോവേണ്ടി വരികയാണ്. വേറെ ഒന്നുമല്ല, അവർക്ക് കുറച്ച് പനി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിട്ടുണ്ട്. അപ്പം പറഞ്ഞു നമുക്ക് നേരത്തെ തന്നെ പോവാമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഉമ്മി ഇൻഷാ അല്ലാഹ് നാളെ വൈകിട്ടായിരിക്കും പോവുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ എത്തുമ്പോഴേക്കും ഞാൻ പോകാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലായിരിക്കും. ഞാനും ഉമ്മയും പോകാനുള്ള നാളാണ് അപ്ലോഡ് ചെയ്യുക കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് രാത്രിയാണ് ബാഗ് പാക്കിംഗ് ഒക്കെ നടത്തേണ്ടത്. അതങ്ങനെ ആണല്ലോ, ആകെ കൂടിയുള്ള അവിടുന്ന് ഓരിങ്ങോട്ട് വരുമ്പോഴും ഞങ്ങളങ്ങോട്ട് പോകുമ്പോഴും അത് തന്നെയാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞു ഇപ്പം നമുക്ക് വയ്യ. അപ്പോൾ കുറേ തിരുമ്പാനുണ്ടായിരുന്നു കേട്ടോ, ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തിരുമ്പി, പിന്നെ കുറച്ച് ഗാർഡൻസ് പരിപാടി ഉണ്ടായിരുന്നു. അത് ഞാൻ പോകുന്ന വഴിക്ക് നാളെ ഞാൻ കാണിച്ചു തരാം. മുറ്റത്ത് കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി ഇങ്ങോട്ടൊക്കെ ആക്കി. കുറച്ച് ചണ്ടികൾ കത്തിക്കാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത്. പിന്നെ ഇന്നലെ അമ്മ എന്താ പറയുക പുറത്തൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തിനാന്നുള്ളത് ഞാൻ ഇതിൽ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഉമ്മ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ വേറെ ഒന്നിനല്ല, എൻ്റെ പെൻഷൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ബാങ്കിൽ നിന്ന് എടുക്കാനാണ്. പൊതുവെ എനിക്ക് ബാങ്കിലോട്ടാണ് വരിക. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് കൊടുത്താൽ ഉമ്മ പോയിട്ട് അത് എടുത്ത് വരും. അപ്പോൾ ഉമ്മ പോയിട്ട് വരുമ്പോൾ വാങ്ങിച്ചിട്ടുള്ള ഈ സംഭവങ്ങളൊക്കെ ഇട്ടാൽ അത് ഞങ്ങളെ നാട്ടിലുള്ള പാരഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ്, എല്ലാ റെസ്റ്റോറൻറ്റും ആണ്, ബേക്കറിയും ആണ്, എല്ലാം കൂടിയിട്ടുള്ളതാണ്. അവിടെ ഇരുന്ന് കോഫി ഒക്കെ കഴിക്കാം കേട്ടോ. അപ്പം ഉമ്മ വാങ്ങി കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ അത് കേട്ടോ. പപ്സ് ഉണ്ട്, ഇറച്ചിപ്പത്തിരി ഉണ്ട്, ചട്ടിപ്പത്തിരി ഉണ്ട്. അപ്പോൾ ചട്ടിപ്പത്തിരി എനിക്ക് തന്നെ വാങ്ങി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ചട്ടിപ്പത്തിരി, നല്ല ടേസ്റ്റാണ് കേട്ടോ. പപ്സ് പിന്നെ പൊതുവേ ഞാൻ കഴിക്കലില്ല, അത് ഉമ്മ ആട്ട കഴിച്ച്. അപ്പോൾ ഇതൊക്കെയാണ് ഉമ്മ കൊണ്ടുവന്നിട്ടുള്ളത്. അത് മാത്രമല്ല, അപ്പോൾ തന്നെ ഉമ്മ വേഗം എനിക്ക് ചായ തന്നു. അതിന് കൂടെ ഇവിടെ ഓൾറെഡി ഇവിടെ ഉണ്ട് കേട്ടോ, ഇത് ഡ്യൂ ഉണ്ടായിരുന്നു, മൗണ്ടൻ ഡ്യൂ. അപ്പോൾ ഞാനത് കഴിച്ചില്ല. അപ്പോൾ പിന്നെ മെയിനായിട്ട് ഇതാണ് കേട്ടോ ഉമ്മ വാങ്ങിച്ചിട്ടുള്ളത് മെഡിക്കൽ സ്റ്റോറിന്. അത് ഉമ്മ കുറേ ആയി വിചാരിക്കുന്നത് എൻഷുർ ഒന്ന് കഴിക്കണമെന്ന്. അപ്പോൾ അവിടെ ഉള്ളവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്ര നല്ലതാണ്, വേറെ ഒന്നല്ല, എല്ലുകൾക്ക് ബലം കിട്ടും അങ്ങനെയൊക്കെ കേട്ട് പരസ്യം കണ്ടത് ചിലത് നന്നാവുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഉമ്മ സെൻസോഡൈനാണ് യൂസ് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉമ്മ പറയുന്നത് നല്ല പല്ലുവേദനക്കൊക്കെ നല്ല മാറ്റം ഉണ്ടെന്ന്. അതായത് നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ള ഒരാളും പറഞ്ഞ്, പിന്നെ അതേപോലെ പരസ്യം കേട്ടപ്പോൾ ചിലത് റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഇനി എന്താണെന്ന് അറിയില്ല, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നൊക്കെ ഉമ്മ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഹോർലിക്സ് കാര്യങ്ങൾ പണ്ടേ കുടിക്കാത്തൊരു വ്യക്തിയാണ്. ഹോർലിക്സും ബൂസ്റ്റും ഒന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ അത് ഉമ്മക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിത് അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ വീഡിയോ എടുത്തതന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനൊക്കെയാണ് ഉമ്മ പോയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് അടുത്ത ആഴ്ച ആയിരുന്നു, പക്ഷെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ, മനുഷ്യൻ്റെ സ്ഥിതിയല്ലേ. അപ്പോൾ ചെറുതും വെച്ചിട്ട് അലിമോനാണെങ്കിൽ പ്ലേയിൽ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പം വിചാരിച്ചു പോയാൽ അതെല്ലാം നല്ലതെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് അമ്മ പോകാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്. ബാക്കിയൊക്കെ പഠിച്ചുകൊണ്ടിരുത്താണ്. എന്താ പറയുക, പിന്നെ ബാഗ് പാക്കിങ്, പിന്നെ ആ പോണ വീഡിയോ ഒക്കെ അത് പിന്നീട് അവിടെ എത്തിയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നാളെ നിങ്ങൾക്ക് തരുന്നൊരു അപ്ഡേഷനാണ്. അതായത് എന്താ പറയുക, ഇന്നലത്തെ വീഡിയോയും ഇന്നത്തെ ഈ വിശേഷം കൂടി ഉള്ള ഒരു സംഭവമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ചെറിയൊരു വീഡിയോ ആണ്, പോവുകയാണെന്ന് പറയാം. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ബാക്കിയൊക്കെ ഇൻഷാ അല്ലാഹ് നാളത്തേൽ പറയാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെന്താ, എല്ലാവർക്കും സുഖമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് എനിക്കും നമുക്കൊക്കെ സുഖമാണ്. പിന്നെന്താ, ഈ പറഞ്ഞ പോലെ പിന്നെന്താന്ന് പറയുന്നില്ല. എന്താ പറയുക, ലൈവ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ടിട്ട് വരണം. കാരണം വ്യൂസും സബും ഒക്കെ ബാക്കോട്ടാണ്, അത് പറ്റില്ലല്ലോ. അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും വിധം ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്.
പിന്നെ ദിലുവിനെ മിസ് ചെയ്യുന്നവർക്കൊക്കെ ദിലുവിനെ കാണാം. അപ്പം എന്താ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.